കാട്ടാളം കണ്ടു, വെരി ഡിസപ്പോയിന്റഡ്. അതായത് ഒന്നും എടുത്തു പറയാൻ പോലില്ലാത്തൊരു പടം. എന്തിനോ വേണ്ടി എന്തോ കണ്ടു വന്നു, എന്തോ ഒരു കഥ, എന്തൊക്കെയോ സംഭവിച്ചു, അങ്ങനത്തെ ഒരു മൂവി. അതായത് ഇതിന്റെ ടീം തന്നെ എനിക്കറിയാം, മാർക്കോടെ പ്രൊഡക്ഷൻ ടീമാണ്, ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആണ്. പക്ഷേ അവരിതിനകത്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്. കുറെ പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് ഒന്നും ഒരു കുറവുമില്ല, പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മെയിൻ ആയിട്ട് ഒരു സാധനം മാത്രമില്ല, പടത്തിന് ഒരു നല്ല സ്റ്റോറി. അതായത് ഭയങ്കര ടെറൈനായിട്ട് വന്ന ഒരു ഒന്നുമില്ല, ഭയങ്കര എന്താ പറയാൻ മാത്രം എന്തോ വലിയ സംഭവം പോലെ ഇവർ ക്രിയേറ്റ് ചെയ്താക്കുന്ന ഈ ഒരു യൂണിവേഴ്സ്. അതായത് യൂണിവേഴ്സ് അല്ല, അതായത് ഈ മാർക്കോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാരലൽ വേർഡ് നടക്കുന്ന പോലത്തെ ഒരു കഥയാണ്. ഒരിക്കലും നമുക്ക് ലോജിക് വൈസ് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഇവിടെ ഭയങ്കരമായിട്ട് എന്തോ കൊണ്ടുവരാൻ ഇവർ നോക്കി. അതിന്റെ ശ്രമം എന്ന രീതിയിൽ ആദ്യത്തെ കുറച്ച് ഭാഗം, അതായത് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട് ഒരു രീതിയിൽ. ആ സാധനമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർക്കും, ഓ വലിയെന്തോ സംഭവമാണ്. എന്നാൽ പോലും നമ്മൾ ഓർക്കും അത്യാവശ്യം ഒരു സാധനം ഉണ്ട് എന്നൊരു പ്രതീതി കൊണ്ടുവരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മൂമെന്റ്സോ ഇല്ല. പടം ഒട്ടും ഇമ്പാക്ട് ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സീൻ കാണുമ്പോൾ കൊള്ളാം, ഇത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പറയാൻ പോലും ഒന്നുമില്ല. ചുമ്മാ ഒരു വികാരം ഇല്ലാതെ നമ്മളിങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥയുണ്ട് പടത്തിന്. എന്താ ഇതിനകത്ത് പോസിറ്റീവ് പറയാൻ ഒന്നുമില്ല. ആ പടം രവി ബർസൂറിന്റെ മ്യൂസിക് ഉണ്ട്. പക്ഷേ അതിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇത്രയേ ഉള്ളെങ്കിൽ മ്യൂസിക് ഇത്രേ നിൽക്കുക. പണം ആ മ്യൂസിക്കിനുള്ള ഒന്നുമില്ല, തിരിയുമ്പോഴും അറിയുമ്പോഴും എല്ലാം ഹെവി മ്യൂസിക്. പക്ഷെ അതിനകത്തുള്ള സാധനമൊന്നുമില്ല. നമുക്കിങ്ങനെ കൊള്ളാം, അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ല അങ്ങനെ പറയാൻ എന്തെങ്കിലും വേണ്ടേ, അതുപോലും ഇല്ല. പിന്നെ വേറൊരു കാര്യം, മ്യൂസിക്കിന്റെ നല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് ചില സമയത്തൊക്കെ നമുക്ക് ചെവിയുടെ ഡയഫ്രം അടിച്ചു പോകുന്ന പോലെയൊക്കെ തോന്നും. അതായത് ഈ രവി ബർസൂറിന്റെ ഈ ടിപ്പിക്കൽ ഈ KGF സ്റ്റൈൽ മ്യൂസിക് ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കര ഈ തകരപ്പാട്ട് അടിക്കുന്ന പോലെ വെറുതെ ഹൈ അങ്ങ് കയറ്റിവിടുക, ഒരു ആവശ്യമില്ലാത്തടത്തൊക്കെ. ഒന്നാമത് ഈ പടത്തിന് ഉള്ള മ്യൂസിക് തന്നെ ആവശ്യമില്ല, കാരണം അതിനുള്ള മൂവ്മെന്റ്സ് ഒന്നും ഈ പടത്തിലില്ല. പിന്നെ ഈ ചുമ്മാ മ്യൂസിക് അനാവശ്യമുണ്ട് പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ. കാരണം ഇതൊന്നാമത് ഒരു ആക്ഷൻ മൂവിയാണ്. തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. എന്നാൽ അടി ഉണ്ടാക്കാൻ ഒരു കാരണം പോലും ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാരണത്തിന് അടി ഉണ്ടാക്കി നമുക്ക് തോന്നുമല്ലോ. ഇപ്പൊ മോഹൻലാലൊക്കെ ഒരു പടത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മോഹൻലാലോ 96 ഒരു പടമാണെങ്കിൽ പോലും നമുക്കൊരു ഫീൽ കിട്ടും, അടിയടാ അവനെ നമുക്ക് തോന്നും. ഇത് അങ്ങനെ തോന്നാൻ വേണ്ടി ഒരു മൂവ്മെന്റ് ഇല്ല. അതിനിപ്പുറം തന്നെ വരുന്നു അടിക്കുന്നു പോകുന്നു, വരുന്നു അടിക്കുന്നു പോകുന്നു, വരുന്നു അടിക്കുന്നു പോകുന്നു, ഇതല്ലാതെ ഒന്നുമില്ല ഈ പടത്തില്. അപ്പൊ നമ്മളിങ്ങനെ ഒരു വികാരമില്ല, നിർവികാരമായിട്ട് ഇങ്ങനെ ഓക്കെ അങ്ങനെ കാണുന്നൊരവസ്ഥയാണ്. അതിന്റെ ഇടയ്ക്ക് രവി ബർസൂർ ഇട്ട് പിഴപ്പിക്കല്, അത് നമുക്ക് ഒരു ടൈം കഴിയുമ്പോൾ ഭയങ്കര അരോചകമായി. എനിക്കങ്ങനെ ചെവിക്കുവേനെ എടുക്കാൻ തുടങ്ങി കുറെ കഴിയുമ്പോഴത്തേക്കും. കാരണം ഈ രവി ബർസൂർ വേറെ ഒരു ടൈപ്പിലേക്കൊന്നും മാറ്റി പിടിക്കുന്നില്ല. കാരണം ഈ KGF സലാർ ഇവൻ മാർക്കോയ് പോലും പുള്ളി ചെയ്തത്. പക്ഷെ മാർക്കോയ്ക്ക് ആ ഒരു പടം ഡിമാൻഡ് ചെയ്തൊരു മ്യൂസിക് വേണമായിരുന്നു, അങ്ങനത്തെ സാധനം വേണമായിരുന്നു, അത് ഓക്കെ. പക്ഷേ ഈ കാട്ടാളനി അങ്ങനെയല്ല. കാട്ടാളനി എൻ്റർലി പടം ഈ പടം ഒരു ഡിമാൻഡ് ചെയ്യുന്നില്ല, ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ പറയട്ടെ, എന്ത് പടമായാൽ പോലും ഇപ്പം മേക്കിംഗ് ക്വാളിറ്റി വലിയ മെച്ചമില്ല, അല്ലെങ്കിൽ സോങ്സ് വലിയ സെറ്റപ്പ് ഇല്ല, BGM സെറ്റപ്പ് വലിയ സെറ്റപ്പ് ഇല്ല, എന്നാൽ പോലും ആഫ്റ്റർ ഓൾ ഈ മൂവിക്ക് കാണുന്ന ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇന്നാവും. ആ ഒരു സാധനം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഏതൊരു പടമാണെങ്കിലും പടം തുടങ്ങുമ്പോൾ നമുക്ക് ഓഡിയൻസിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാതെ അതിനകത്ത് എന്ത് മാങ്ങാത്തൊലി, അല്ലെങ്കിൽ എന്ത് പുറത്തുനിന്ന് വില്ലന്മാരെ കൊണ്ടുവന്നു, മറ്റോ കൊണ്ടുവന്നു, മറിച്ച് കൊണ്ടുവന്നു, എയറോപ്ലെയിൻ കൊണ്ടുവന്നു, ഇപ്പം എമ്പുരാന് പറ്റിയ പരിപാടി, നമുക്ക് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ പടത്തിന് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും തോന്നുന്നില്ല അതിനകത്ത്. നേരെ മറിച്ച് ലൂസിഫറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ പടം അത്ര ഹിറ്റായി. നമുക്ക് എമ്പുരാൻ ഇഷ്ടപ്പെടാത്ത കാരണം ഇതാണ്. ഇതുപോലെ തന്നെ കാട്ടാളൻ, ഈ എമ്പുരാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ എമ്പുരാനൊന്നും വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാട്ടാളൻ എൻ്റർലി ഒരു ബിലോ ആവറേജ് വ്യൂ മാത്രം കിട്ടിയ സിനിമയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഈ പടത്തിലുള്ള പ്രശ്നങ്ങൾ. നമുക്കൊരു ഇമ്പാക്റ്റും ഇല്ല, ഒരു ഫൈറ്റ് സീക്വൻസ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഭയങ്കര റെപ്പറ്റീഷൻ പോലെ എനിക്ക് പല ഫൈറ്റ് സീക്വൻസും ഫീൽ ചെയ്തു. കാരണം സെയിം മൂവ്മെന്റ് തന്നെ പിന്നെയും തിരിച്ചും മറിച്ച് ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം, ബിലോ ആവറേജ്. അതായത് വർത്തില്ല, നമ്മൾ കൊടുക്കുന്ന കാശിന് ഒന്നുമില്ല. അവിടെ മ്യൂസിക് മാത്രമുണ്ട്, പക്ഷെ ആ മ്യൂസിക് തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരിക. പിന്നെ പെപ്പയുടെ കാര്യം, അതായത് ഈ പടത്തിനകത്ത് പെപ്പയ്ക്ക് ഒരു ഓറ ഫീൽ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്കൊരു ഫീൽ, നായകൻ വന്നിങ്ങനെ ഫ്രണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടണ്ടേ, കൊള്ളാം, നായകൻ വന്ന് ഇനി ഒരു അടി നടക്കും, ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം ചിലരൊക്കെ ചില റിവ്യൂ പറയുന്ന സമയം ഞാൻ കേട്ടിരുന്നു പെപ്പയ്ക്ക് ഓറയില്ല. ഇപ്പൊ ഉണ്ണിമുന്തനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ശരിയാണ്, മാർക്കോ ഉണ്ണിമുന്തം വന്നിരിക്കുമ്പോൾ കിട്ടുന്ന സാധനമുണ്ട്, സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷെ ഈ പടത്തിൽ പെപ്പയ്ക്കില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ പെപ്പയ്ക്ക് ഓറയില്ലെന്നല്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ RDX സിനിമയ്ക്കകത്ത് പെപ്പയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. അതായത് ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ പെപ്പയുടെ ബാക്ക് ഷോട്ട് കാണിക്കുന്നത്. ആ ഒരു ഷോട്ട് കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു സംഭവം, ഒരു വലിയൊരാൾ വന്ന് നിൽക്കുന്നത്, നമുക്കൊരു ആ ഫീൽ കിട്ടും.
ആ ഫീൽ പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എവിടെയും കിട്ടില്ല. പെപ്പയിലെ വലിയ ആന സംഭവം എന്നൊക്കെ കാണിക്കുമ്പോൾ പോലും നമുക്ക് ആ ഫീൽ കിട്ടുന്നില്ല. അതാണ് അത് എടുത്തതിന്റെ പ്രശ്നം തന്നെ. ആ മേക്കിംഗ്, സിനിമയുടെ മേക്കിങ്ങിന്റെ വിഷയം തന്നെയാണ്. ടെക്നിക്കലി ഒക്കെ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും അങ്ങ് വർക്കായിട്ടില്ല. അതായത് മൊത്തത്തിൽ നമുക്കൊരു നിരാശാജനകമായ ഒരു ഫീല് മാത്രമാണ് ഈ സിനിമ കണ്ടത് എനിക്ക് ടോട്ടലി കിട്ടിയത്. എനിക്ക് തോന്നുന്നു എന്റെ കൂടെ കണ്ടവർക്കും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പടം. കാരണം ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോൾ പോലും ഇപ്പം നമ്മള് കൈയടിച്ച് വിസിലടിക്കേണ്ട കുറെ അങ്ങനത്തെ ടൈപ്പ് BGM ഒക്കെ വരുമ്പം, അതേപോലെ BGM ഹൈ ആകുമ്പം സിനിമയ്ക്കകത്തൊന്നും ഇല്ല. ആൾക്കാരെല്ലാം വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്, ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്യാമിയും പരിപാടിയൊക്കെ ഉണ്ട്, അതും ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത സാധനം. എന്തിനാണെന്ന് പോലെ ഓർത്തു പോയി അതും. സോ ടോട്ടലി ഒരു ചുമ്മാ പോയിരുന്ന് കാണാൻ പോലുള്ള പടം ഇല്ല. വെറുതെ എന്തോ ചുമ്മാ സ്ട്രെയിറ്റ് ആയിട്ട് വന്നൊരു കഥ, കുറെ ആക്ഷൻ സീക്വൻസ്, ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. അതിന്റെ മുകളിലായിട്ട് എനിക്ക് ഒന്നും തോന്നില്ല. അപ്പം ഈ കാട്ടാളം കണ്ടിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായം ഇതൊക്കെയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നിങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് മീ അഭിജിത്ത്, യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രണ്ട്സ്.